ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുവേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ കിശോര രാമായണം. രചന ശ്രീ ശ്രീനിലയം രതീശൻ മൺട്രോത്തുരുത്ത്. കിശോര രാമായണ പാരായണം. ഇന്ന് പാരായണം ചെയ്യുന്നത് ശ്രീമതി ഡോക്ടർ ശാലിനി അനിൽ, തിരുവനന്തപുരം. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും നേടി. 11.5 വർഷത്തെ അധ്യാപന ജീവിതത്തിന് ശേഷം ഇപ്പോൾ ശ്രീനാരായണ ഗുരുകൃപ BEd കോളേജിൽ പ്രിൻസിപ്പൽ ആയി സേവനം അനുഷ്ഠിക്കുന്നു. ആകാശവാണിയിൽ ശുഭചിന്തകൾ അവതരിപ്പിച്ചിരുന്നു. നിരവധി ടോക്ക് ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട്. നൃത്തത്തിലും പ്രാവീണ്യമുണ്ട്. ശ്രീമതി ശാലിനിയെയും കുടുംബത്തെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീരാമചന്ദ്രായ നമഃ. കിശോര രാമായണം 1-ാം ഭാഗം ഇന്ന് അവസാനിക്കുകയാണ്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. 1-ാം ഭാഗത്തെക്കുറിച്ച് അവതാരിക എഴുതിയ പ്രശസ്ത കാഥികനും ശ്രീ സാംബശിവൻ സാറിൻ്റെ മകനുമായ ഡോക്ടർ വസന്തകുമാർ സാംബശിവന്റെ വാക്കുകളിലൂടെ. ഹൃദ്യമായ ഒരു ബാലരാമായണം കൂടി. രാമായണ കഥയെ ലളിത സംഗ്രഹമാക്കി കുട്ടികൾക്ക് ഗ്രഹിക്കാൻ പാകത്തിൽ എഴുതിയതാണ് കിശോര രാമായണം. 2 ഭാഗങ്ങളായി ഇത് രൂപപ്പെടുത്തിയിരിക്കുന്നു. 1-ാമത്തെ ഭാഗത്തിൽ രാമായണം മുഴുവൻ എഴുതപ്പെട്ടിരിക്കുന്നു. 2-ാം ഭാഗത്തിലാകട്ടെ രാമായണത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ സവിശേഷത വരച്ചു കാട്ടിയിരിക്കുന്നു. കിളിച്ചൊല്ലലിൻ്റെ ലളിതമായ ഭാഷാ പല്ലവങ്ങളിൽ രാമായണ സത്യയുടെ വസന്തം വിരിയിച്ചിരിക്കുകയാണ് ശ്രീ ശ്രീനിലയം രതീശൻ. അധ്യാപകനായിരുന്നതിനാൽ വിദ്യാർത്ഥികളോട് മമത വാത്സല്യങ്ങൾ പുലർത്തിയ നിർമ്മല മാനസനാണ് കവി. അവരെ കഥാപ്രസംഗം പഠിപ്പിക്കുകയും അതുവഴി കഥാപ്രസംഗത്തിൻ്റെ തെല്ലുകൾ ഓതിക്കൊടുക്കാനും അദ്ദേഹം ശ്രദ്ധ വച്ചിരുന്നു. പൈങ്കിളി തത്തമ്മയെ കിശോര രാമായണ ആലാപനത്തിലൂടെ രാമപ്രകീർത്തനത്തിന് കവി ക്ഷണിക്കുന്നു. പഞ്ചവർണ്ണ കിളിത്തത്തമ്മേ കൊഞ്ചും മൊഴിയിൽ പാടൂ നീ, രഘുരാമനെ വാഴ്ത്തി പാടൂ നീ, ശ്രീരാമകഥാഗതി പാടൂ നീ. അത് കേട്ട് തത്തമ്മ പറഞ്ഞ മറുമൊഴി ഇങ്ങനെ: കളകളമൊഴിയാൻ തത്തമുരണ്ടു ചൊല്ലാമെല്ലാം രസമായി, കേൾക്കാൻ കേട്ടു ഗ്രഹിക്കാനായി ചൊല്ലാം രാമൻ തൻ കഥകൾ. കവിത അക്ലിഷ്ടമായി രചിക്കുക എളുപ്പമല്ല. സൗന്ദര്യം ചോരാതെ താളവട്ടങ്ങൾ തികച്ചുകൊണ്ട് എഴുതുക എന്നത് കേന്ദ്രീകൃതമായി കവി നിർവഹിക്കേണ്ട കാര്യമാണ്. ദശരഥൻ്റെ മക്കൾ സമർത്ഥരായി വസിഷ്ഠ ഗുരുവിൻ്റെ ശിഷ്യരായി പഠിച്ച വിജ്ഞാനീയങ്ങളെപ്പറ്റി കവി ഹൃദ്യമായ ശൈലിയിൽ പറയുന്നു. ശാസ്ത്രം ശസ്ത്രം കലകൾ കാവ്യം വീരത ശൂരത ധീരത ശൗര്യം വിദ്യകൾ പലതും തന്ത്രവുമേറെ എല്ലാം പഠന വിഷയം. വരികളുടെ ആലാപനോത്സുകതയും താളനിബദ്ധതയും ഏത് കുട്ടിയെയും സമാകർഷിക്കും.
ത്രയംബകത്തെ കുലച്ചൊടിച്ച് സീതയെ വേട്ട് രാജ്യാഭിഷേകത്തിനൊരുങ്ങിയ രാമനെ കാട്ടിലയച്ച് എന്ന സുവിദിതമായ കഥയുടെ വിപുലമായ വിശേഷങ്ങൾ തൻ്റെ രചനാ നൈപുണ്യത്താൽ ചുരുക്കം വാക്കുകളിൽ ഒതുക്കി സമർപ്പിക്കുന്നു. ഭരതൻ സുസുതനഭിഷേകത്തിന് ജ്യേഷ്ഠൻ രാമന് വനവാസം കാരണമായത് കാര്യം മന്ധരതൻ തന്ത്രം. രാവണനെ തടയുന്ന ജടായുവിൻ്റെ ത്യാഗം കവിതയിൽ മാറുന്നത് ശ്രദ്ധിക്കുക. രാവണ മാർഗമടച്ച ജടായു ചിറകുകളറ്റു നിലംപൊത്തി. സീതയെ വീണ്ടെടുക്കുവാൻ പയറ്റുന്ന തന്ത്രങ്ങളും അവലംബിക്കുന്ന മാർഗങ്ങളും കവി ഹ്രസ്വസുഭഗമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സുഗ്രീവാജ്ഞയിൽ വാനരസേന സാഗര സേതു ഒരുക്കിയിട്ട് മർക്കടപ്പടയെ കടലുകടത്തി ദേശമുഖ നഗരിയിലെത്തിച്ചു. വാൽമീകി തുഞ്ചരാതി രാമായണങ്ങളുടെ സാരസംഗമം കുഞ്ചൻ നമ്പ്യാരുടെ ചാരു കേരള ഭാഷയിലും താളലാവണ്യത്തിലുമാണ് ശ്രീ രതീശൻ പുനർനിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേറെ സാധാരണ ജനങ്ങൾക്കും പഠന പ്രാരംഭത്തിൽ നിൽക്കുന്ന കുട്ടികൾക്കും കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ പടജനങ്ങളുടെ സഭയിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ വടവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ. കടുപടേ പടുകഠിന സംസ്കൃത വികട കടുകവി കേറിയാൽ പടജനങ്ങൾ ധരിക്കയില്ല തിരക്കുമൊക്കെയുമീറ്റുടൻ. ഇവിടെ ഈ കൃതിയിൽ ഏറ്റവും വലിയ മഹിമ അതിൻ്റെ സംഹൃഗീത ഗാത്രമാണ് എന്ന് വായനക്കാർക്ക് ബോധ്യപ്പെടും. മൃതസഞ്ജീവനിയായി ശ്രീ ഹനുമാൻ തകർന്നടിഞ്ഞൊരു ലങ്കാനഗരം കണ്ടു ദശാസിൻ വിവശതയിൽ ഔഷധനീരു കുടിച്ചു ലക്ഷ്മണൻ മൃത്യുവെന്നു നിമിഷത്തിൽ. മൃത്യുവിലെത്ത സമരഭടന്മാർ കുടഞ്ഞുണർന്നു രണഭൂവിൽ. അതുല്യ ശക്തികൾ രാമൻ രാവണരേറ്റു തൊടുത്തു ശരമാരി. ബ്രഹ്മാസ്ത്രത്തിൻ തീഷ്ണതയേറ്റു വീണു പിടഞ്ഞു ലങ്കേശൻ. അതീവ ഘോരം യുദ്ധാന്ത്യത്തിൽ ദശാസ്യനെത്തി യമപുരിയിൽ. ഇന്ദ്രൻജിത്തും കുംഭകർണനും മൃത്യുവിനിരയായി യുദ്ധാന്ത്യേ. രാവണ സോദര വിഭീഷണനുടനെ ലങ്കാപതിയായി അഭിഷേകം. രാമാനുഗ്രഹമോടെ ലങ്കയിൽ അശാന്തി മാറ്റി സൽഭരണം. രാമനകന്നൊരു ജീവിതമില്ല രഘുരാഘവനൊപ്പം ഹനുമാനും. ഭരതനൊഴിഞ്ഞൊരു സിംഹാസനമതേറി രാമനയോധ്യാപതിയായി. കണ്ണിൽ മുത്തുകൾ കാക്കും പോലെ കാത്തു രാമനെ ശ്രീ ഹനുമാൻ. സ്നേഹക്കുളിരായി രാമൻ നൽകിയ ആശീർവാദം ഹനുമാനും. ജനകജപതിയുടെ കർമ്മപഥത്തിൽ
തിളക്കമാർന്നൊരു താരകമായി അനുരാഗത്താൽ തീരം തഴുകും കുളിർത്തിര പോലെ ജാനകിയും അമ്മ മനസ്സു തെളിഞ്ഞു തെറ്റുകൾ തിരുത്തി മാതാ കൈകേയി അശാന്തി മാറി അയോധ്യാപുരിയും പ്രായശ്ചിത്തം പരിഹാരം നാടും നഗരവും ആഹ്ലാദത്തിൽ ആറാടിച്ചു രഘുരാമൻ അയോധ്യവാസികൾ ആമോദത്തിൽ കർമ്മപഥങ്ങൾ ഉണർന്നെങ്ങും ഋഷി വാൽമീകി രചിച്ച കഥയിതു തുഞ്ചൻ കിളിമൊഴിയാക്കി പോൽ മലയാളത്തിൻ മധുരിത മധുവായി ശ്രീരാമായണ രാമകഥ പാടിത്തുടങ്ങുവിൻ രാമകഥകളെ തുടികൊട്ടിപ്പാടുവിൻ ബാലകരേ രാമാമൃതം നുണഞ്ഞാവോളം നിങ്ങളും ധന്യരായി മാറുവാൻ മംഗളങ്ങൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ.